ഗൈസ്, അപ്പം ഞങ്ങളിത് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു 4.5 കിലോമീറ്റർ ഉണ്ട്. എനിക്ക് പലതും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം 4:30 ആയപ്പോഴത്തേനും ഞങ്ങളെല്ലാവരും ഭയങ്കര ടയേർഡായി. അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ടെൻറ്റൊക്കെ എടുത്തു. ആകെപ്പാടെ തണുപ്പ് കൂടി ഇവിടെ ഒരു -1 ഡിഗ്രിയിലേക്ക് എത്തിയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ശ്വസിക്കാൻ പോലും പറ്റാണ്ട് ആകെപ്പാടെ ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ടെൻറ്റ് എടുത്തു. ഒരാൾക്ക് 150 വെച്ചായി. അങ്ങനെ ടെൻറ്റൊക്കെ എടുത്തിട്ട് രാവിലെ ഒരു 7:45 എണീറ്റിട്ട് ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടില്ല എൻ്റെ ബാക്കിലെ വ്യൂ, നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്, ഇഷ്ടംപോലെ കുതിരകളുണ്ട്. അല്ലാതെ ആൾക്കാർ ഇവിടെ നിൽക്കുമ്പോൾ കാഴ്ച ഇതാണ്, അവിടെ നിറയെ കോട മൂടി കിടക്കുക. പിന്നെ ദേ അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് ഈ ഹിമാലയം കാണാൻ പറ്റും. കോട മൂടാൻ പോവാന്നുണ്ട്, ഇങ്ങനെ കോട വന്നു തുടങ്ങി. രാവിലെ കുറച്ചുകൂടി ക്ലിയർ ആയിരുന്നു. അപ്പോൾ എനിക്ക് വ്ലോഗ് എടുക്കാനുള്ള എനർജി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത് ഗൈസ്. ഞങ്ങളിതേ ഇങ്ങനെ ഷോർട്ട് കട്ട്സ് ഒക്കെ കയറി പോയിക്കൊണ്ടിരിക്കുക ഗൈസ്. ഞങ്ങളങ്ങനെ ഓഫ് റോഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ആ വഴി ഇങ്ങനെ ചുറ്റിക്കറങ്ങി വരണം, അതിന് വയ്യ, കയറ്റം കയറി മടുക്കും, ശ്വാസം മുട്ടും. അതുകൊണ്ട് ഞങ്ങളിത് ഒരു ഓഫ് റോഡ് വൈബ് പിടിച്ചേക്കുവാണ്. പോകുന്ന വഴി ഇതാണ്. അയ്യോ സിദ്ധാർത്ഥ്, എങ്ങനെയുണ്ട്? അടിപൊളി. അടിപൊളിയാണോ? ആ, ട്രക്കിംഗ് എങ്ങനെയുണ്ട്? മടുപ്പായിരുന്നു, പക്ഷേ ഓവറോൾ എൻജോയബിൾ ആയിരുന്നു. ഇന്നലെ മീൻസ് ഇന്ന് രാവിലെ 4:30 വരെ കുട്ടി എവിടെ ഇരുന്നാലും ഉറങ്ങുന്ന അവസ്ഥയിലായിരുന്നു സിദ്ധാർത്ഥ്. ഉറക്കം വന്നില്ലായിരുന്നു. ആ, തണുപ്പ് അത്ര ആയില്ലായിരുന്നെങ്കിൽ ഞങ്ങളൊരു പക്ഷേ ഈ സമയത്ത് അവിടെ ചെന്ന് എത്തിയേനെ. പക്ഷെ തണുപ്പടിച്ച് ശ്വാസം മുട്ടി, അതുകൊണ്ട് പറ്റിയില്ല കയറാൻ. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെയും കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഹോഴ്സ് റൈഡ് ഉണ്ട്, അതുപോലെ ഹെലികോപ്റ്ററും ഉണ്ട്. ഇഷ്ടംപോലെ ഹെലികോപ്റ്റർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കാണാം നമുക്ക് ഗൈസ്. അങ്ങനെ ഞങ്ങൾ നടന്ന് മടുത്ത് റെസ്റ്റ് എടുക്കുവാണ്. നടക്കുന്നു, റെസ്റ്റ് എടുക്കുന്നു, നടക്കുന്നു. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യം, അല്ലെങ്കിൽ നമ്മൾ ശ്വാസം മുട്ടും. ഏകദേശം യെസ്, അടുക്കാറായി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം ബേസ് ക്യാമ്പ്. അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ. അങ്ങനെ എനർജിക്കായി ഗ്ലൂക്കോസ്. ഇത് കണ്ടോ ഗൈസ്, ഇവിടെ ഇങ്ങനെ കല്ല് അറേഞ്ച് ചെയ്ത് വെക്കുന്ന സ്ഥലമാണ്. അപ്പം ഞങ്ങളും കല്ല് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. പോയി 4 കിലോമീറ്റർ ബേസ് ക്യാമ്പിലേക്ക് കുറച്ച് ഉച്ചയാകുമ്പോഴത്തേക്കും നമ്മൾ ₹100. ഉയരം കൂടുന്തോറും ചായയുടെ രുചിയല്ല, ചായയുടെ വില, വെള്ളത്തിൻ്റെ വില, അതൊക്കെയാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഒരു ബോട്ടിൽ വെള്ളത്തിന് 100 രൂപയായി. അതാണ് ഇപ്പോൾ അതേ ഞങ്ങൾ റിസ്ക് എടുത്തതേ ഓഫ് റോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോവരുതെന്ന് ഞങ്ങളോട് ഒരു ചേട്ടൻ പറഞ്ഞതായിരുന്നു, പക്ഷേ ഞങ്ങൾ റിസ്ക് എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഓഫ് റോഡ് പ്രേമികളായതുകൊണ്ട് നമ്മൾ അതെ, കൂടാണ്ട് കുറേ ദൂരം നമുക്ക് ലാഭിക്കാം ഇത്തിരി റിസ്ക് എടുത്താലും. ഞങ്ങളിത് അത്രയും വഴിയാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയത്. ഇനിയുണ്ട്, നമുക്ക് ഇവിടെ നോക്കി എത്രേ കാണുള്ളൂ. ഇത്രയും വഴി കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ വി ആർ ഗ്രേറ്റ്. ഇത് കണ്ടോ,
ഇവിടെ നിന്നുള്ള വ്യൂ പോയിന്റ് ഇതാണ് ഗൈസ്. ബേസ് ക്യാമ്പ് കഴിഞ്ഞ് അമ്പലത്തിലേക്ക് എത്താറായി. അവിടെ അടുത്താണ് നമ്മൾ റൂം എടുത്തേക്കുന്നത്. അപ്പോൾ അവിടെ ബാക്കി എല്ലാവരും ചെന്നു. ഇനി ഞങ്ങൾ 4 പേരും കൂടി ചെല്ലാറുള്ളൂ. ഞങ്ങളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ പിന്നെയും കുറേ സ്റ്റെപ്സ് കയറി അവസാനം എത്തി. കേദാർനാഥിലെത്തി. ഇതാണ് ടെമ്പിൾ കണ്ടില്ലേ, അതാണ് കേദാർനാഥ് ടെമ്പിൾ. അതിൻ്റെ പുറകിലുള്ളത് ഹിമാലയമാണ്. പക്ഷെ നിറയെ കോടയും മേഘമൊക്കെ കൊണ്ട് മൂടിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നിട്ടുണ്ട് അമ്പലത്തിൽ കയറാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പോൾ എത്ര -1 ഡിഗ്രി സെൽഷ്യസിലേക്ക് ആയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. ഇതിലൊന്നും നിൽക്കുന്നില്ല. ഇത് ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണെങ്കിൽ തണുത്തുകൊണ്ടിരിക്കുക. ഞങ്ങളപ്പോൾ അമ്പലത്തിൽ കയറാൻ പറ്റൂല്ലോ നോക്കാൻ പോവാണ് ഗൈസ്. ഇപ്പം എന്തായാലും സമയം 5:45 അപ്പോൾ ഇതാണ് അമ്പലത്തിലേക്ക് പോകാനുള്ള ക്യൂ എന്ന് തോന്നുന്നു. ആദ്യം അവർ നമ്മളോട് പറഞ്ഞു പാസ് എടുക്കണമെന്ന്. പിന്നെ നമ്മൾ പാസ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ കയറി പൊക്കോളം പറഞ്ഞു. ഈ പാസ് എടുക്കുന്ന ആളുകളെ വിഗ്രഹത്തിൽ തൊടാൻ ആ ഒരു രീതിയിൽ ആണെന്ന് തോന്നുന്നു. നമ്മൾ പുറത്ത് നിന്ന് കാണുമായിരിക്കും. അല്ലാത്തവർക്ക് പാസ് എടുത്തവർക്ക് അകത്ത് കയറാൻ പറ്റുമായിരിക്കും. അതെ, വലിയ തിരക്കില്ല ഗൈസ്. നാളെ രാവിലെ 4 മണിക്ക് ഒരു പൂജയുണ്ട്. അതിനായിരിക്കും മിക്കവാറും തിരക്കുണ്ടാവുക. കാരണം അത് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടൊക്കെ അകത്ത് പോയി വിഗ്രഹത്തിൽ നമുക്ക് നേരിട്ട് പൂജ ചെയ്യാൻ പറ്റുന്നു. ഞങ്ങൾ ദർശനമൊക്കെ കഴിഞ്ഞിറങ്ങി. വലിയ തിരക്കുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് ഉള്ളിലേക്ക് കയറണമെങ്കിൽ നമ്മൾ പാസ് എടുക്കണമായിരുന്നു. അതെടുക്കാത്തതുകൊണ്ട് നമുക്ക് അകത്ത് കയറാൻ പറ്റിയില്ല. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. मोबाइल में वीडियो नहीं उतारा आप आ बिल्डिंग ना पास दे रहे हो तो भरोसा नहीं है. ഞങ്ങൾ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ഒരു ചായ കുടിക്കണം, പിന്നെ എന്തെങ്കിലും കഴിക്കണം. ഞങ്ങൾ നിൽക്കുന്നത് ആകെ ഒരു മാഗി രാവിലെ കഴിച്ചായിരുന്നു. പിന്നെ ഒരു ആപ്പിളിൻ്റെ ഒരു പീസ്. പിന്നെ നമ്മൾ എന്താ കഴിച്ചത്? പാർലേജി ബിസ്ക്കറ്റ് 2 എണ്ണം, ക്രാക്ക് ജാക്കിൻ്റെ ബിസ്ക്കറ്റ് 2 എണ്ണം. അതിലായിരുന്നു ഇത്രയും നേരം ഓടിക്കൊണ്ടിരുന്നത്. ഇനി ഓടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അതേ ഫുഡ് കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല വിലയാണ് ഫുഡിന്. പക്ഷേ വില നോക്കിയിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ ആരോഗ്യം ഉണ്ടെങ്കിലല്ലേടാ നമുക്ക് ബാക്കി ട്രിപ്പ് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കാമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു റെസ്റ്റോറൻറ്റ് തപ്പിപ്പിടിക്കും. അങ്ങനെ ഞങ്ങൾ നേരെ പോയതൊരു പഞ്ചാബി ധാബയിലേക്കാണ്. ആദ്യം ഞങ്ങൾ ചായയാണ് ഓർഡർ ചെയ്തത്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റുള്ളൊരു ചായ ആയിരുന്നു. പക്ഷെ ഇച്ചിരി മധുരം കൂടുതലായിരുന്നു. എന്നാലും ഈ തണുപ്പത്തിങ്ങനെ ചൂടുള്ള ചായ കുടിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഓർഡർ ചെയ്തത് ആലു പറാത്തയാണ്. അങ്ങനെ ആലു പറാത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ആലു പറാത്ത ടേസ്റ്റ് ചെയ്ത് നോക്കി. അതും നല്ല ചൂടുള്ള ആലു പറാത്തയായിരുന്നു. അതും നല്ല ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് അവിടെ ഇരുന്ന് അച്ചാർ വെച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി. അതും നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് ആലു പറാത്തതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് അച്ചാറായിരുന്നു. എനിക്കെന്താണെന്നറിയാം, നോർത്ത് ഇന്ത്യൻ അച്ചാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് എന്തോ മാങ്ങയും പിന്നെ ഒരു റെഡ് കളർ ക്യാരറ്റും ലെമണും ഒക്കെ ഇട്ടുള്ളൊരു അച്ചാറായിരുന്നു. അത് നല്ല ടേസ്റ്റായിരുന്നു അത് കൂട്ടി കഴിച്ചപ്പോൾ. അങ്ങനെ നമ്മളിവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ അമ്പലത്തിലേക്ക് വീണ്ടും പോയി. അവിടെ രാത്രി 7 മണിയാകുമ്പോൾ ഒരു ആരതി നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോയതാണ്. ഒരു അരമണിക്കൂറത്തെ ആരതിയാണത്. ക്ലിയറായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, നല്ല തിരക്കുണ്ടായിരുന്നു.
കുടിക്കാൻ വേണ്ടി വന്നേക്കാണ്. 2 വെജ് സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്താവുമെന്ന് അറിയില്ല, എന്തായാലും നോക്കാം. നല്ല തണുപ്പുണ്ട്, മരവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ എവ്രി വൺ.